കാരണം ഈ അടുത്തൊരു വാർത്ത കണ്ടു, 10 ലക്ഷം രൂപയുടെ ഒരു ബൈക്ക് ഒരു മോന് വാങ്ങിക്കൊടുത്തിട്ട് ആ മോൻ പറഞ്ഞ് എനിക്കിത് ഒരു ആഡംബര കാറ് വേണം, ഒരു 10-30 ലക്ഷത്തിന്റെ. എന്നിട്ട് ലാസ്റ്റ് ആ അച്ഛനെ എന്തോ അടിക്കാൻ പോയപ്പോൾ അച്ഛൻ കമ്പിപ്പാര എടുത്ത് മകനെ കൊല്ലേണ്ട ഒരവസ്ഥ വന്നുപോയി. അങ്ങനത്തെ ഒരു നാടാണിപ്പോ. ആ നാട്ടിൽ നിന്നാണ് എന്താ പറയാ, 90s കിഡ്സിനാണോ കൂടുതൽ സ്നേഹം അച്ഛനമ്മമാരോട്? ഉണ്ട്. 90 കിഡ്സ് മാത്രമല്ല, നല്ല നമ്മൾ വളർത്തു ദോഷം എന്ന് പറയുന്നത് സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരുപാട്. നമ്മൾ ഫസ്റ്റ് ഒരു കുട്ടി ജനിച്ച് നടന്നു തുടങ്ങുമ്പം നമ്മളൊരു വീട്ടിൽ ഗസ്റ്റായിട്ട് വീട്ടിൽ പോകുമ്പോൾ ആ കുട്ടി ഒരു സോഫയിൽ ചവിട്ടി കയറുന്നുണ്ടെങ്കിൽ അവിടെ തടയണം നമ്മൾ. അവിടുത്തെ ഒരു കർട്ടൻ പിടിച്ച് വലിക്കുന്നുണ്ടെങ്കിൽ അപ്പം അടി കൊടുത്തിട്ട് മാറ്റി നിർത്തണം. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും, മറ്റാൾ ഭക്ഷണം കഴിക്കുന്നതിൽ കണ്ടിട്ട് ആ ഭക്ഷണം എനിക്ക് വേണമെന്നൊരു വാശി പിടിക്കുന്ന കുട്ടികൾ അപ്പം അടിക്കണം. അങ്ങനെ തുടങ്ങിയാലേ നമ്മൾ ഈ നിൽക്കുന്ന ലെവലിൽ നമ്മൾ എത്തുന്നത് അവിടെ തുടങ്ങണം. ചൊട്ടയിലെ ശീലം ചുടല വരെ അത് തുടക്കം. കാരണം എൻ്റെ അച്ഛൻ, ഞാനൊരു വീട്ടിലൊരു അച്ഛനൊരു വീട്ടിൽ പോയി, ഞാൻ അച്ഛൻ്റെ കൂടെ പോയി, ഞാൻ അവിടുത്തെ ടൈൽസിലോട്ട് ഇങ്ങനെ കാല് വെച്ച് ഇങ്ങനെ, കുട്ടികളല്ലേ, ഞാൻ ചെറുതല്ലേ, ഇങ്ങനെ നടക്കുക. എന്നോട് പറഞ്ഞ് അടി കൊണ്ട് എനിക്ക് കാലിനപ്പം തന്നെ. എനിക്ക് പേടി അച്ഛനാ പണ്ട്. അപ്പം ആരും വന്നു കഴിഞ്ഞാൽ എണീറ്റ് നിൽക്കാൻ പറയും. വീട്ടിൽ ആര് വന്ന് എണീറ്റ് നിൽക്കണം. അത് അവരുടെ സ്ഥാനം നോക്കരുത്, അയാളുടെ ലുക്ക് നോക്കരുത്. അത് യാചകനായിക്കോട്ടെ. നമ്മളൊരു വീട്ടിൽ അപ്പം ചേട്ടൻ അന്ന് കയറി വന്നു, ഞാൻ ഇരുന്നിട്ടല്ല കൈ കൊടുത്തത്, ഞാൻ നിന്നിട്ട് കൈ കൊടുത്തത്. അത് ബഹുമാനിക്കണം. ഓരോരുത്തർക്കും, ഓരോ വ്യക്തിക്കും ഇന്ന് നാളെ വന്ന വലിയ ആളായി ചെറുതെന്നല്ല, ഒരു വ്യക്തി നമ്മൾ ബഹുമാനിക്കേണ്ട സ്ഥലം എവിടെയാണ്. നമ്മൾ ഒരാൾക്ക് ഷെയ്ക്കൻ കൊടുക്കുമ്പോൾ ഇരുന്ന് ഷെയ്ക്കൻ കൊടുക്കരുത്, എഴുന്നേറ്റ് കൊടുക്കുക. നമ്മൾ കുനിഞ്ഞു കൊടുക്കണം. ഒരാൾ നമ്മളോട് നിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ഇരുന്ന് സംസാരിക്കരുത്, എഴുന്നേറ്റ്. റെസ്പെക്റ്റ് എന്നുള്ള സാധനം വളരെ ഗുഡാണ്. നമുക്ക് വളർച്ച ഉണ്ടാവുക.